ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി അതിൻ്റെ ബാറ്ററി ടെസ്റ്റ്, അതേപോലെ തന്നെ എയർ ഫിൽട്ടർ, ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. അതിനെല്ലാം നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മൾ കുറച്ചായി കംപ്ലയിൻറ്റ് പറയണം. അപ്പോൾ നമ്മൾ അതും കൂടി ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് വരുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്. നല്ല ലൈൻഡറാണ്, കമ്പനി ലൈൻഡർ കിടക്കണേ, പുതിയ ലൈൻഡറാണ്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയിടാൻ മതി. പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, നമുക്ക് കുഴപ്പമില്ല. ഹബിനകത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ എയർ ഫിൽട്ടറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പുതിയ ഫിൽട്ടറാണ്, വലിയ പഴക്കമായിട്ടില്ല, ഒന്ന് ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട്. ബാറ്ററി ആയാലും 2024 മോഡൽ ബാറ്ററിയാണ്. അത്യാവശ്യം വോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. പെർഫോമൻസ് ഓക്കെയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ എൻജിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ലീക്കേജ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പാർട്സുകൾ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഗ്യാസ്കറ്റ് റബ്ബറും ഈ സൈഡിൽ വരുന്ന ഓറിങ്ങൊക്കെ നമുക്ക് വേണം. അതുണ്ടെങ്കിലേ നമുക്ക് അയച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഐറ്റം ഓൾറെഡി അവൈലബിൾ അല്ല. ഒന്നാമത് നമുക്ക് ഈ മോഡൽ കുറവാണ് വണ്ടി, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയിൻ സ്പോക്കറ്റ് വരുത്തിയ പോലെ തന്നെ ബാക്കിയത്തെ ഈ പാർട്സും കൂടിയും ഓർഡർ ചെയ്ത് വരുത്തിയിട്ടാണ് നമുക്ക് അഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഓർഡർ കൊടുത്തു നോക്കാം, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. ഓൾറെഡി മാർക്കറ്റിൽ ഈ വണ്ടി കുറവായതുകൊണ്ട് തന്നെ പ്രശ്നമാണത്. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലുമേക്ക് തന്നെ ഈ കേബിളുകൾ നമുക്കിപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റേണ്ടി വന്നേക്കൂട്ടോ. കാരണം ചെറിയൊരു ടൈറ്റൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ 2 കേബിളുകളും. അവരുടെ ഈ സൈഡ് ചെറിയതായിട്ട് ഇവിടെ ഒരു ഔട്ടർ ബോട്ടലൊക്കെ പോലെ വന്നിട്ടുണ്ട്. വലിയ മഴയൊക്കെ പിടിക്കുമ്പോൾ തുരുമ്പാവും. നമുക്ക് അയക്കുമ്പോൾ ഞാൻ ഐറ്റം ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സർവീസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അഴിച്ച് മാറ്റിയിടാം. അപ്പോഴത്തേക്കൊക്കെ ചെറിയ ടൈറ്റ് കാണിക്കും. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ കേബിൾ കേട്ടോ, ക്ലച്ച് കേബിൾ നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ എഞ്ചിൻ ഓയിൽ നല്ല ഓയിലാണ് കിടക്കുന്നത്. ഓയിൽ മാറ്റാറായിട്ടൊന്നുമില്ല, അത്യാവശ്യം ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെയിൻ സ്പോക്കറ്റ് അടക്കമുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ഈ ഹെഡ് ലീക്കിൻ്റെ കേസ് നോക്കിയാൽ അത് ഓൾറെഡി നമുക്കിപ്പോൾ ക്ലിയർ ചെയ്യാൻ നടക്കില്ല. ഐറ്റം ഇല്ലാണ്ട് നമ്മളത് അയച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് കേട്ടോ. അപ്പോൾ അത് അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാം. അത് അറേഞ്ച് ചെയ്തിട്ട് അടുത്ത സർവീസിലേക്ക് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ബാക്കിയത്തെ വർക്കിൻ്റെ ഡീറ്റെയിൽസും ഒരു എസ്റ്റിമേറ്റും കൂടി വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് എന്തായാലും നമുക്കൊരു 6 മണി 6:30 കഴിയും. 6:30 ആവട്ടെ തീരുമ്പോഴത്തേക്കും. കഴിഞ്ഞാൽ വിളിക്കാം. ഓക്കെ.